എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വാരണാസി വിമാനത്താവളത്തിൽ 30 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. വാരണാസിയിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള വിമാനമാണ് റദ്ദാക്കിയത്. 2 ദിവസത്തിന് ശേഷമേ പകരം യാത്ര ഒരുക്കാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. നമ്മളിവിടെ രാവിലെ ഫ്ലൈറ്റ് കയറാനായിട്ട് വന്നപ്പോഴാണ് പറയണേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം. 8:05 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:30 തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ. ഇത് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിഷമിക്കുക. ഇരിക്കാൻ പോലും സൗകര്യം. ഇപ്പോൾ സമയം ഏകദേശം 10 മണി വരെ. ഞങ്ങൾ 6:30 ഇവിടെ വന്നതാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഈ വിമാന യാത്രക്കാർക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത്. വാരണാസി അയോധ്യ തീർത്ഥാടനത്തിലെത്തിയ 30ഓളം പേരടങ്ങുന്ന മലയാളികളുടെ സംഘമാണ് ഇപ്പോൾ മണിക്കൂറുകളായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ന് രാവിലെ 8:05 ബംഗളൂരുവിലേക്ക് തിരിക്കേണ്ട വിമാനമായിരുന്നു ഇത്. അവിടെ നിന്നും അവർക്ക് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ് ഏർപ്പാടാക്കിയിരുന്നത്. എന്നാൽ ഈ വിമാന അധികൃതരുടെ അറിയിപ്പ് അനുസരിച്ച് ആഭ്യന്തര യാത്രക്കാർ 2 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് വിമാന സർവീസ് റദ്ദാക്കിയ കാര്യം അറിയിക്കുന്നത്. തുടർന്ന് ഇവർ പ്രതിസന്ധിയിലായിരുന്നു. പകരം എന്ത് സേവനം ചെയ്യാൻ കഴിയുമെന്നതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് 2 ദിവസത്തിന് ശേഷം മാത്രമേ ഇവർക്ക് മറ്റ് വിമാനം ക്രമീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുവരെയുള്ള താമസമോ ഭക്ഷണമോ മറ്റു ക്രമീകരണങ്ങളോ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല. അല്ലാത്ത പക്ഷം ഈ ടിക്കറ്റുകൾ റദ്ദാക്കുകയാണെങ്കിൽ മുഴുവൻ പണവും ഇപ്പോൾ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട് കമ്പനി. എന്നാൽ ഇപ്പോൾ അവർ മറ്റ് വിമാന കമ്പനികളിൽ ടിക്കറ്റ് പരിശോധിക്കുമ്പോൾ അത് ഇരട്ടിയോളം വില ഈ ടിക്കറ്റിന് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. ഈ തീർത്ഥാടകരായതുകൊണ്ട് തന്നെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും 50 വയസ്സിന് മുകളിൽ പ്രായമായവരാണ്. ഉത്തരേന്ത്യയിലെ കടുത്ത ചൂടും കാലാവസ്ഥയും വലിയ പ്രതിസന്ധി തന്നെ ഇവർക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.